കേരള കർണാടക അതിർത്തിയിലെ ഇടതൂർന്ന വനമേഖലയായ നീലമല. പുറംലോകവുമായി ബന്ധമില്ലാത്ത നിഗൂഢതകൾ നിറഞ്ഞ ഒരിടം. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞു മാറി തൻ്റെ പുതിയ പുസ്തകത്തിന് പശ്ചാത്തലം തേടി എത്തിയതാണ് യുവ നോവലിസ്റ്റ് അർജുൻ. പക്ഷേ അവൻ തിരിഞ്ഞെത്തിയത് മരണത്തിൻ്റെ ഗന്ധമുള്ള ഒരു പൗരാണിക രഹസ്യത്തിലേക്കാണ്. അർജുൻ താമസിക്കുന്ന പഴയ ബംഗ്ലാവിൻ്റെ കിളിവാതിലിലൂടെ നോക്കിയാൽ ദൂരെ കാടിനുള്ളിലെ ഭീമാകാരമായ ഒരു പാലമരം കാണാം. രാത്രികളിൽ ആ മരത്തിൽ നിന്ന് വിചിത്രമായൊരു സംഗീതം ഒഴുകി വരുന്നതായി അവന് തോന്നി തുടങ്ങിയിട്ട് 3 ദിവസമായി. അതൊരു പ്രണയഗാനമല്ല, മറിച്ച് കേൾക്കുന്നവൻ്റെ സിരകൾ ഭയം കോരിയിടുന്ന തണുത്തുറഞ്ഞ ഒരു ആലാപനമായിരുന്നു. അന്ന് അമാവാസി രാത്രിയായിരുന്നു. ഗ്രാമവാസികൾ നേരത്തെ തന്നെ വീടിനുള്ളിൽ കയറി വാതിലടച്ചു. രാത്രിയിൽ പുറത്തിറങ്ങരുത്, അവൻ ഉണരുന്ന സമയമാണ് എന്ന് ആ പഴയ കാവൽക്കാരൻ പത്മനാഭൻ പിറുപിറുക്കുന്നത് അർജുൻ കേട്ടിരുന്നു. പക്ഷേ അർജുൻ അത് കാര്യമാക്കിയില്ല. രാത്രി ഏകദേശം 12 മണി. മുറിയിലെ മെഴുകുതിരികൾ പെട്ടെന്നണഞ്ഞു. അന്തരീക്ഷത്തിൽ അസാധാരണമായ ഒരു സുഗന്ധം പടർന്നു. മുല്ലപ്പൂവിൻ്റെ അല്ല, മറിച്ച് അഴുകിയ മാംസത്തിൻ്റെയും കാട്ടുപൂക്കളുടെയും സങ്കരമായ ഒരു ഗന്ധം. പെട്ടെന്ന് കാടിനുള്ളിൽ നിന്ന് ആരോ അട്ടഹസിക്കുന്ന ശബ്ദം കേട്ടു. അർജുൻ ടോർച്ചുമായി പുറത്തേക്കിറങ്ങി. പാലമരത്തിനടുത്തെത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച അവൻ്റെ ബോധം മറയ്ക്കുന്നതായിരുന്നു. മരത്തിൻ്റെ ചുവട്ടിൽ ഒരാൾ നിൽക്കുന്നു. അസാധാരണമായ ഉയരം, വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്തതുപോലെയുള്ള ശരീരം, തീക്ഷ്ണമായ കണ്ണുകൾ. അവനൊരു മനുഷ്യനല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ആരാണ് നീ? അർജുൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ആ രൂപം സാവധാനം തിരിഞ്ഞു. അവൻ്റെ മുഖത്ത് ഒരു ഭീകരമായ ചിരിയുണ്ടായിരുന്നു. നീ തേടിക്കൊണ്ടിരുന്ന കഥയുടെ ഒടുക്കമാണ് ഞാൻ. ഞാൻ ഈ കാടിൻ്റെ അധിപൻ, നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗന്ധർവൻ. അടുത്ത നിമിഷം ആ ഗന്ധർവൻ അർജുൻ്റെ അടുത്തേക്ക് അവിശ്വസനീയമായ വേഗത്തിൽ നീങ്ങി. അവൻ്റെ കൈപ്പത്തികൾ വിരിഞ്ഞു. നഖങ്ങൾ മൃഗങ്ങളുടേതുപോലെ നീണ്ടുവന്നു. അർജുൻ ഓടാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കാലുകൾ മണ്ണിൽ തറച്ചുപോയി. ഗന്ധർവൻ അർജുൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. 1000 വർഷങ്ങളായി ഞാൻ ഒരു ബലിക്കായി കാത്തിരിക്കുന്നു. നിന്റെ രക്തത്തിന് സംഗീതത്തിൻ്റെ രുചിയുണ്ടാകും. പെട്ടെന്ന് കാടിനുള്ളിൽ നിന്ന് ഒരു മന്ത്രോച്ചാരണം ഉയർന്നു. ഗന്ധർവൻ അസ്വസ്ഥനായി പിന്നിലേക്ക് മാറി. അന്ധകാരത്തിലേക്ക് അവൻ മറഞ്ഞു. അർജുൻ നോക്കുമ്പോൾ ദൂരെ പത്മനാഭൻ ഒരു കത്തുന്ന പന്തവുമായി നിൽക്കുന്നു. പക്ഷേ അർജുൻ്റെ കൈത്തണ്ടയിൽ അപ്പോൾ 5 വിരലുകളുടെ ആഴത്തിലുള്ള പാടുകൾ തെളിഞ്ഞു വരുന്നു. ഗന്ധർവൻ അവനെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. പത്മനാഭൻ്റെ പന്തത്തിൻ്റെ വെളിച്ചം കണ്ടതും ആ രൂപം ഇരുളിലേക്ക് അലിഞ്ഞു ചേർന്നു. അർജുൻ കിതച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു. അവൻ്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. പത്മനാഭൻ ഓടി വന്ന് അർജുനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞതല്ലേ തമ്പുരാനെ, ഈ രാത്രി അവൻ്റേതാണെന്ന്. ആ പാലമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ പാടില്ലായിരുന്നു. പത്മനാഭൻ്റെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. അർജുൻ തൻ്റെ ഇടത് കൈത്തണ്ടയിലേക്ക് നോക്കി. അവിടെ 5 വിരലുകൾ ആഴ്ന്നിറങ്ങിയ പാടുകൾ. ചർമ്മം കരിഞ്ഞതുപോലെ കറുത്തിരിക്കുന്നു. വിചിത്രമെന്ന് പറയട്ടെ, ആ മുറിവിൽ നിന്ന് രക്തമല്ല വരുന്നത്, മറിച്ച് പച്ച നിറത്തിലുള്ള ഒരു ദ്രാവകമാണ്. അതിൽ നിന്ന് വശീകരിക്കുന്ന ഒരു ഗന്ധം പുറപ്പെടുന്നുണ്ടായിരുന്നു. പത്മനാഭ, അതൊരു മനുഷ്യനാണോ? അവൻ്റെ കണ്ണുകൾ, അവ ജ്വലിക്കുകയായിരുന്നു. അർജുൻ വിറയലോടെ ചോദിച്ചു. പത്മനാഭൻ അർജുനെ ബംഗ്ലാവിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അകത്ത് കയറി വാതിലുകൾ ഇരുമ്പ് താഴുകളിട്ട് പൂട്ടിയ ശേഷം അദ്ദേഹം പറഞ്ഞു, അവൻ ഗന്ധർവനാണ്. പക്ഷേ പുരാണങ്ങളിൽ നിങ്ങൾ വായിച്ച ആ പ്രണയമൂർത്തിയല്ല. സ്വർഗത്തിൽ നിന്ന് ശപിക്കപ്പെട്ട് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ഉഗ്രരൂപി. 1000 വർഷങ്ങൾ കൂടുമ്പോൾ അവനൊരു ബലി വേണം. ജീവനുള്ള ഒരു മനുഷ്യഹൃദയം, അതും ഒരു കലാകാരൻ്റെ ഹൃദയം. എങ്കിൽ മാത്രമേ അവൻ്റെ ശാപം തീരൂ. പെട്ടെന്ന് ബംഗ്ലാവിൻ്റെ മുകൾ നിലയിൽ നിന്ന് ഭാരമുള്ള എന്തോ ഒന്ന് വലിച്ചിഴയ്ക്കുന്ന ശബ്ദം കേട്ടു. ആരോ മുകളിൽ നടക്കുന്നു. അർജുൻ മുകളിലേക്ക് നോക്കി. തടി കൊണ്ടുള്ള സീലിങ്ങിൽ നിന്ന് രക്തം തുള്ളി തുള്ളിയായി താഴേക്ക് ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. ഓരോ തുള്ളിയും നിലത്ത് വീഴുമ്പോൾ അത് ചെറിയ തീപ്പൊരികളായി മാറുന്നു. അവൻ അകത്ത് കടന്നു. അർജുൻ അലറി. ഇല്ല, അവൻ പുറത്തുണ്ട്. പക്ഷേ അവൻ്റെ നിഴലിപ്പോൾ ഈ വീടിനുള്ളിലാണ്. പത്മനാഭൻ ഭയത്തോടെ മന്ത്രിച്ചു.
ജനൽ ചില്ലുകൾ ആരോ നഖം കൊണ്ട് മാന്തുന്ന ശബ്ദം കേട്ടു. പുറത്ത് കാറ്റില്ല, പക്ഷേ മരങ്ങൾ ഉഗ്രമായി ആടുന്നു. പെട്ടെന്ന് അർജുൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അവൻ നോക്കിയപ്പോൾ അവൻ്റെ ഗാലറിയിൽ താൻ എടുക്കാത്ത ഒരു സെൽഫി. അതിൽ അർജുൻ പേടിച്ചു നിൽക്കുന്നു. അവന് പിന്നിലായി ആ ഗന്ധർവൻ തൻ്റെ നീണ്ട നഖങ്ങൾ അർജുൻ്റെ കഴുത്തിന് നേരെ നീട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഫോട്ടോ എടുത്ത സമയം ഇപ്പോൾ. അർജുൻ ഭയത്തോടെ ചുറ്റും നോക്കി. മുറിയിലെ കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം തന്നെ ഭീകരരൂപമായി കണ്ണാടിക്കുള്ളിൽ നിന്ന് കൈ പുറത്തേക്ക് നീട്ടി അർജുൻ്റെ ഷർട്ടിൽ പിടുത്തമിട്ടു.